സംഗീകൈ വായ്താലമതിക്കും സംഗീകൈ തുണി പൊക്കി കാണിക്കും സംഗീകൈ തള്ളയെ ഭോഗിക്കും സംഗീകൈ ആസനം നക്കും. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലല്ല ഇത് സീരിയസ് ആണ്. ഇതിനെ നിങ്ങൾ നേരിടേണ്ട രീതിയുണ്ട്. അതാണ്, അതായത് പൂർണ്ണമായും ബഹിഷ്കരണം, ബോയ്ക്കോട്ട് ചെയ്യണം. ഇപ്പം ഈരാറ്റുപേട്ട എന്ന് പറഞ്ഞ അവര് താലിബാനായിട്ട് ഉയർത്തി കാണിക്കാൻ ശ്രമിക്കുമ്പോഴ് ആ ജനാധിപത്യ രീതിയിലാണ് അവിടെ ഇലക്ഷൻ നടന്ന് വന്നിരിക്കുന്നത്. അതായത് ഈരാറ്റുപേട്ട മുനിസിപ്പാലിറ്റി അവരുടെയാണ് ഭൂരിപക്ഷം. ഈ വരാൻ പോകുന്ന പഞ്ചായത്ത് ഇലക്ഷനില് അവിടെയുള്ള മറ്റു മതവിഭാഗക്കാര് കംപ്ലീറ്റ് ആയിട്ട് ഇലക്ഷൻ അങ്ങ് ബോയ്ക്കോട്ട് ചെയ്തേക്കണം. ഇതാണ് വരുന്ന ഇലക്ഷന് നിങ്ങളെ വോട്ട് ചെയ്യേണ്ട മറ്റു വിഭാഗം മുസ്ലിങ്ങളല്ലാത്ത ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും വോട്ട് ചെയ്യരുത്. ഈരാറ്റുപേട്ടയില് ബോയ്ക്കോട്ട് ചെയ്തേക്കണം. നമ്മുടെ അച്ചായൻ പറഞ്ഞ കേക്ക് ഇന്ത്യൻ പ്രധാനമന്ത്രിയും അല്ലെങ്കിൽ അമേരിക്കൻ പ്രസിഡന്റും ഒക്കെ തോളിൽ കയറ്റി നടക്കണം. നമ്മുടെ അച്ചായൻ, നമ്മുടെ കണാപ്പം പറഞ്ഞ നിങ്ങൾ കേൾക്കണം. ഇലക്ഷൻ ബോയ്ക്കോട്ട് ചെയ്തേക്കണം. ഇലക്ഷൻ ബോയ്ക്കോട്ട് ചെയ്യുമ്പോഴ് ഇതൊരു ഇഷ്യൂ ആയിട്ട് ട്രാൻസ്ഫോം ചെയ്യുന്നത്. അത് ശരിക്കും ഒരു ഇഷ്യൂ ആയി. കാരണം ഒരു മുനിസിപ്പാലിറ്റിയിലെ ഒരു വിഭാഗക്കാര്, ക്രിസ്ത്യൻസ്, അവിടുത്തെ ഹിന്ദുസ് കംപ്ലീറ്റ് ആയിട്ട് ബോയ്ക്കോട്ട് ചെയ്തു. അതാണ് ഈ മുസ്ലിം ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം തമ്മിലടിപ്പിക്കാനുള്ള എല്ലാ പരമനാറിത്തരും കാണിക്കുന്ന ഒരു പരമ ചെറ്റയാണ് ഈ പറഞ്ഞ ചെറ്റ. കണാപ്പം പറഞ്ഞ കണക്കിൽ ഈ ഒരു മിനി താലിബാനെ മാറ്റണമെങ്കിൽ അവിടുത്തെ വരുന്ന ഇലക്ഷന് ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും വോട്ട് ചെയ്യരുതെന്നാണ് കണാപ്പം പറഞ്ഞത്. അല്ല കണാപ്പം, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, അതാണോ നീ കണ്ടുപിടിച്ചതിനുള്ള ഇത്? ബോയ്ക്കോട്ട് ചെയ്താൽ മതി. എടാ പരമനാറി, അവിടെ ഇത്രയും വലിയൊരു പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ അവിടെ ഇത്രയും വലിയൊരു കാര്യം ഉണ്ടെങ്കിൽ അവിടുത്തെ ബാക്കി നീ പറഞ്ഞ ഹിന്ദുക്കളും നീ പറഞ്ഞ ക്രിസ്ത്യാനികളും, മുസ്ലിങ്ങളെക്കാൾ ഈ രണ്ടും കൂടെ കൂടുമ്പോൾ മുസ്ലിങ്ങളെക്കാൾ മേലെ എന്തായാലും വരുമല്ലോ. ഇവർ തിരിച്ച് എൻ്റെ പാർട്ടിക്ക് വോട്ട് ചെയ്താൽ പോരെ? ഈ ഗാസയുടെ അല്ലെങ്കിൽ ഈ പറഞ്ഞ BJP എൻ്റെ ഒരു സംഘി നേതാവിനെ അവിടെ കൊണ്ടിട്ട് അവർക്കങ്ങ് വോട്ട് ചെയ്താൽ പ്രശ്നം തീർന്നില്ലേ? അയാൾ ജയിച്ചു. അതോടുകൂടി പിന്നെ അവിടുത്തെ പുറത്ത് ഈ പറഞ്ഞ ഇവർക്ക് എന്ത് ഇതുള്ളത്? ഈരാറ്റുപേട്ട തീർന്നില്ലേ? അതല്ലേ ചെയ്യേണ്ടത്? അങ്ങനെയല്ലേടാ മരവാഴ നമ്മൾ കാണിച്ചു കൊടുക്കേണ്ടത് തിരിച്ച്.